ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കോളിഫ്ലവർ വെച്ചുള്ള ഗോബി മഞ്ചൂരിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ 10 to 15 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വെക്കാം. നമുക്ക് ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ കോളിഫ്ലവർ സോക്ക് ചെയ്ത് വെച്ചിട്ടൊരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിനി അത് വാഷ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് അതിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഉള്ളിയുടെ തണ്ടാണ്. നമ്മൾ സവാള സ്ക്വയർ ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാപ്സിക്കം അതേപോലെ തന്നെ കട്ട് ചെയ്ത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് കോൺഫ്ലവർ ആവശ്യമാണ്. നമ്മുടെ കോളിഫ്ലവർ നമ്മൾ കഴുകി അത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിന് വേണ്ടതെന്ന് നോക്കാം. നമ്മുടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമുക്ക് ആഡ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് പേസ്റ്റ് പരുവത്തിലാക്കാം. നമ്മളിത് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. നമ്മുടെ കോൺഫ്ലവർ വെച്ചുള്ള അരപ്പ് കോളിഫ്ലവറിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കണം. നമ്മുടെ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. എണ്ണ ഒരുപാട് ഞാൻ ഒഴിച്ചിട്ടില്ല. ഞാനൊരു ഷാള ഫ്രൈ പോലെയാണ് ചെയ്തെടുക്കുന്നത്. കാരണം നമുക്ക് ഒത്തിരി ഓയിൽ വേണ്ടാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഡീപ് ഫ്രൈ ചെയ്യാം. നമ്മുടെ ഫൂൽഗോബി അല്ലെങ്കിൽ കോളിഫ്ലവർ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളത് വറുത്ത ബാലൻസ് എണ്ണയിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാൻ അധികം ഓയിൽ ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് നന്നായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി ഓയിൽ ആവശ്യമില്ല. നമ്മൾ ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ ക്യാപ്സിക്കം നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ഒനിയൻ്റെ തണ്ടും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോയാ സോസും കുറച്ച് ചില്ലി സോസ്, നമുക്ക് കച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതായ കോളിഫ്ലവറോടെ നമുക്ക് ആഡ് ചെയ്യാം. ഏകദേശം നമ്മുടെ ഗോബി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സീലറി നമുക്കിട്ട് കൊടുക്കാം. ഒടുവിലായി നമുക്ക് കോൺഫ്ലവറും അതുപോലെ തന്നെ ഇച്ചിരി മുളക് പൊടിയും കൂടെ കലക്കി ലാസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരി തയ്യാറായിട്ടുണ്ട്.
എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.